ഹലോ ഗെയ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് വളരെ വിഷമകരമായൊരു വാർത്തയാണ്. ഇവരെ നമുക്കെല്ലാവർക്കും അറിയാം, ഡയമണ്ട് കപ്പിൾസാണ് ഇവർ ഇൻ്റർകാസ്റ്റ് മാരേജ് ആയിരുന്നു, പ്രണയിച്ച് വിവാഹം കഴിച്ചു. അങ്ങനെ വീട്ടിൽ നിന്ന് ഇവരെ പുറത്താക്കപ്പെടുകയും, പക്ഷേ ഇവർ ജീവിതത്തിൽ വിജയിച്ച് കാണിച്ച രണ്ട് വ്യക്തികളാണ് ഇവർ. ഈ ഇതിൽ അനുവിൻ്റെ അനിയനാണ് അലന് കാട്ടാനയുടെ ആക്രമണത്തിൽ പരിക്കേറ്റ് മരിച്ച അലൻ്റെ വാർത്ത നമ്മളെല്ലാവരും കേട്ട് കഴിഞ്ഞു. വളരെ വിഷമകരമായൊരു വാർത്തയായിരുന്നു. പക്ഷേ അത് അനുവിൻ്റെ അനിയനാണെന്ന് നമുക്ക് ഇപ്പോഴാണ് അറിയാൻ കഴിഞ്ഞത്. ആദ്യമേ നമ്മൾ ഈ ഒരു വാർത്ത കേട്ടപ്പോൾ അത് കേട്ടുപിടിക്കുകയാണ്, പക്ഷേ അത് അനുവിൻ്റെ അനിയനാണെന്ന് നമ്മൾ അറിഞ്ഞില്ല. ഡയമണ്ട് കപ്പിൾസിലെ അവരുടെ വീട്ടിലെ കുടുംബത്തിലെ ഒരവസ്ഥയാണ് എന്ന് നമ്മൾ അറിഞ്ഞില്ല. വളരെ വിഷമകരമായ ഒരവസ്ഥ. പക്ഷേ ഇങ്ങനൊരവസ്ഥ കാട്ടിൻ്റെ അടുത്തൊക്കെ വീട് വെച്ചിരിക്കുന്നവർക്ക് കാട്ടാനയുടെ ആക്രമണം, അല്ലെങ്കിൽ കുരങ്ങ്, അല്ലെങ്കിൽ മലയെണ്ണാൻ, ഇങ്ങനെയുള്ളതിൻ്റെയൊക്കെ ആക്രമണം അവരെ വല്ലാണ്ട് വേട്ടയാടുന്നു അല്ലേ. ഗവൺമെൻറ് സത്യം പറഞ്ഞാൽ ആനയുടെക്ക് എന്തെങ്കിലും ഒരു പരിക്കേറ്റാൽ അതിനെതിരെ കേസെടുക്കുന്നുണ്ട്, അതിനെതിരെ ആൾക്കാർ രൂക്ഷമായിട്ട് പ്രതികരിക്കുന്നുണ്ട്. പക്ഷേ മനുഷ്യൻ്റെ ജീവന് മാത്രം ഇന്നും ഒരു വിലയും ആരും കൽപ്പിക്കുന്നില്ല. അത് തന്നെയാണ് യാഥാർത്ഥ്യവും. ഇവിടെ വളരെ വിഷമകരമായൊരവസ്ഥയാണ്. അച്ഛൻ്റെയും അമ്മയുടെയും വെഡ്ഡിങ് ആനിവേഴ്സറി ആഘോഷിക്കാനായിട്ട് സർപ്രൈസായിട്ട് ജോലിസ്ഥലത്ത് നിന്നും അലൻ എത്തുകയായിരുന്നു. അങ്ങനെ വന്ന് പിറ്റേന്ന് തിരിച്ചു പോകുന്ന ആ ഒരു സമയമായിരുന്നു. അങ്ങനെ അനുവിൻ്റെ വീട്ടിലേക്ക് പോയി അനുവിനെയും മക്കളെയും ഒക്കെ കണ്ട് അവിടെ സന്തോഷമെല്ലാം പങ്കിട്ട് കുറച്ചു നേരം ചിലവഴിച്ചു. തിരിച്ചവർ രാത്രി വീട്ടിലേക്ക് മടങ്ങും വഴിയായിരുന്നു ഈ സംഭവം. ദേശീയപാതയിൽ നിന്നും വളരെ 100 മീറ്റർ ആണ്ടേ ഉള്ളൂ ഇവരുടെ വീട്ടിൽ വരാൻ. പക്ഷേ വനങ്ങളുടെ ഇടയിൽ കൂടെ, അല്ലെങ്കിൽ സ്വകാര്യ ആൾക്കാരുടെ റബ്ബർ തോട്ടത്തിൻ്റെ ഇടയിൽ കൂടെയൊക്കെ ഉള്ള വഴിയിലൂടെയാണ് ഇവരുടെ വീട്ടിലേക്ക് എത്തേണ്ടത്. ആ ഒരു വഴിയിലൂടെ നടന്നു വരുമ്പോഴായിരുന്നു കാട്ടാനയുടെ ആക്രമണം. ഇവിടെ കുറച്ച് നാളുകൾ കൊണ്ട് കാട്ടാനകൾ വലുതായിട്ട് മനുഷ്യർ ശല്യം ചെയ്യുന്നുണ്ടെന്ന് തന്നെ പറയാം. രാവിലെ ഈ കാട്ടാനകൾ വന്നു പോയതായിട്ട് ആൾക്കാർ പറയുന്നുണ്ട്. പക്ഷേ അലൻ്റെ നെഞ്ചിലാണ് പിന്നെ പരിക്കേറ്റത്. കുത്തിയിറക്കുകയായിരുന്നു. കൊമ്പ് ഒറ്റയാനാണ് ഇവരെ ആക്രമിച്ചത് എന്നാണ് അമ്മയുടെ വായിൽ നിന്നും അറിയാൻ സാധിച്ചത്. പക്ഷേ അവിടെ അടുത്ത് വീടുകളൊന്നും ഇല്ലായിരുന്നത് കൊണ്ടും ഈ രാത്രി ആയതുകൊണ്ടും അവരുടെ ഒച്ചപ്പാടോ നിലവിളിയോ ഒന്നും ആരും കേട്ടില്ല. അതുകൊണ്ട് തന്നെ അവരെ രക്ഷിക്കാനുമായില്ല. പക്ഷേ അമ്മയ്ക്ക് എവിടെയൊക്കെ ജീവൻ ബാക്കി നിൽപ്പുണ്ടായിരുന്നു. അലൻ ആ സ്പോട്ടിൽ തന്നെ മരിച്ചതായിട്ടാണ് അറിയാൻ സാധിച്ചത്. പക്ഷേ വളരെ വിഷമമുള്ളൊരു വാർത്തയാണല്ലേ. ഇങ്ങനെ ആർക്കും ഇങ്ങനെയൊന്നും വരുത്തരുത്. അച്ഛൻ്റെയും അമ്മയുടെയും ഒറ്റ മകനാണ് അനു. ഇങ്ങനെ പോയി ജീവിക്കുന്നു. സകല പ്രതീക്ഷയും അവനിലായിരുന്നു അല്ലേ. വളരെ പാവപ്പെട്ട ഒരു കുടുംബത്തിലാണ്, നല്ല ആൾക്കാരാണ്, വളരെ പാവങ്ങളായിരുന്നു അവർ, കഷ്ടപ്പെട്ട് ജീവിക്കുന്നവരായിരുന്നു. പക്ഷേ ആ ഒരു കുടുംബത്തിലെ താങ്ങും തണലുമായിരുന്നു അലൻ അല്ലേ. അച്ഛൻ്റെയും അമ്മയുടെയും വെഡിങ് ആനിവേഴ്സറിക്ക് സർപ്രൈസായിട്ട് വന്ന് ആഘോഷിച്ചിട്ട് മടങ്ങിപ്പോകാനിരിക്കുകയാണ് ഈ ഒരു അപകടമുണ്ടായത്. അലൻ്റെ മൃതദേഹം വീട്ടിലെത്തിച്ചു. സംസ്കരിക്കാൻ വേണ്ടിയുള്ള ആ ചടങ്ങുകളെല്ലാം പൂർത്തിയാക്കാൻ വേണ്ടി വീട്ടിലെത്തിച്ചു. വളരെ വിഷമകരമായൊരവസ്ഥയാണ്. ഗുരുതരമായിട്ട് പരിക്കേറ്റ് ഹോസ്പിറ്റലിൽ കഴിയുന്ന അമ്മ അലനെ ഒരു നോക്ക് കാണണമെന്ന് ആവശ്യപ്പെട്ടു. അങ്ങനെ അലനെ കാണാനായിട്ട് അമ്മയെ കൊണ്ടുവന്നു. അലനെ കണ്ടു. നിലവിളിച്ച് കരയുന്ന അമ്മയുടെയും പെങ്ങളുടെയും ഒക്കെ മുഖങ്ങൾ എല്ലാവരുടെയും മനസ്സിലുണ്ട്. എന്തായാലും ഈ കുടുംബത്തിന് മനക്കരുത്തും മനോധൈര്യവും കൊടുക്കണേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അലന് വേണ്ടി ഓരോ കുടുംബത്തിലും ആൾക്കാർ പ്രാർത്ഥനയിൽ അവരെയും പങ്കെടുപ്പിക്കാം അല്ലേ. അതല്ലാതെ നമ്മളെ കൊണ്ട് വേറെ ആരും ഒന്നും ചെയ്യാനില്ല. പക്ഷേ ഇനിയെങ്കിലും ഗവൺമെൻറ് ആയാലും വനംവകുപ്പ് ഉദ്യോഗസ്ഥരായാലും മനുഷ്യൻ്റെ ജീവന് വില തരണം, വില തന്നേ പറ്റൂ. വന്യമൃഗങ്ങളെ സംരക്ഷിച്ചോളൂ, പക്ഷേ അത് മനുഷ്യൻ്റെ ജീവൻ എടുത്തുകൊണ്ടാവരുത്. അവർ ജീവിക്കുന്നു അല്ലേ. അവർ ജീവിക്കുന്നു. അവരെ ആക്രമിക്കുന്ന രീതിയിലാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ നടപടികൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ എടുക്കേണ്ടതാണ്, അല്ലെങ്കിൽ അതിനുള്ള മാർഗം സ്വീകരിക്കേണ്ടതാണ്. എന്തായാലും അലൻ്റെ സംസ്കാര ചടങ്ങുകളെല്ലാം പൂർത്തീകരിക്കാനായിട്ട് വീട്ടിലേക്ക് കൊണ്ടുവന്നു. സംസ്കാര ചടങ്ങുകളെല്ലാം നടത്തുകയാണ്. വളരെ എല്ലാവരും കരഞ്ഞ് തളർന്നെന്ന് തന്നെ പറയാം. അനുവായാലും ഒക്കെ കരഞ്ഞ് തളർന്നു.
പള്ളിയിൽ സംസ്കാര ചടങ്ങുകളെല്ലാം പൂർത്തിയായിട്ട് പള്ളിയിൽ സംസ്കരിക്കുമെന്നാണ് അറിഞ്ഞത്. എന്തായാലും വളരെ വിഷമമുള്ളൊരവസ്ഥയാണ്. സകല പ്രതീക്ഷകളിലുമാണ് അവർ അനുവിൻ്റെ വീട്ടിൽ നിന്ന് വന്നതും സാധനങ്ങളെല്ലാം കടയിൽ നിന്ന് വാങ്ങിച്ച് വീട്ടിലേക്ക് എത്തിയത്. ആ ഒരു വഴിയിലാണ് അല്ലേ, ചിലപ്പോൾ രാത്രി അവർ വന്നില്ലായിരുന്നെങ്കിൽ അവരുടെ ജീവൻ രക്ഷപ്പെട്ടേനെ എന്ന് പറയാം. പിന്നെ വിധിയെ തടുക്കാൻ ആർക്കും കഴിയില്ല. എന്തായാലും ഇതിനെതിരെ ഇനിയുള്ള മനുഷ്യജീവനെങ്കിലും ഒരു വില നൽകണം. ഇതിനെതിരെ എന്താണ് ഗവൺമെൻറ് നടപടികൾ സ്വീകരിച്ചേ പറ്റൂ. എത്ര കോമ്പൻസേഷൻ കൊടുത്താലും അല്ലെങ്കിൽ എത്ര ജീവന് വേണ്ടി എത്ര ഇത് കൊടുത്താലും പൈസ കൊടുത്താലും അതൊന്നും ഒരു ജീവൻ നഷ്ടപ്പെടുന്നതിന് പകരമാവില്ല. അതുകൊണ്ട് എന്തായാലും ഇതിനെതിരെ ഉള്ള നടപടികൾ എടുക്കുക. ഇനിയുള്ള മനുഷ്യന് ജീവിതങ്ങളെങ്കിലും സുരക്ഷിതമാക്കുക. ഇത് മാത്രമേ പറയാനുള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ.